സാറ് നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് മതി എന്നുള്ള ചിന്തയുമായാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു പത്രത്തിന് നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം ഇപ്പോഴുണ്ടോ? എന്താണ്? അല്ല, അവരത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSൻ്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്നാ ചെയ്തത്? ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടു. എന്തിനാ അങ്ങതേ എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അത് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഞങ്ങളിപ്പം NSS SNDP ഐക്യത്തെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ലീഗാണ് SNDPയും NSSനെയും തമ്മിൽ ഭിന്നിപ്പിച്ചതെന്നാണ് വെള്ളാപ്പള്ളി. അതിനകത്ത് ശരിയല്ല. അതിന് പ്രധാന ഘടകമായി സംവരണമാണ്. അപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ വേറൊരു മറുഭാഗത്തു നിന്ന് ശക്തമായി നിൽക്കുന്നത് ലീഗിൽ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് ഇന്നും ഈ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം അനുസരിച്ചാൽ സമുദായ സംഘടനകളെ തിണ്ണ നിരങ്ങരുത് നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി പറയുന്നൊന്നും പ്രവർത്തിക്കുന്നു മറ്റൊന്നുമാണ് അദ്ദേഹത്തിന് എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്. പല തവണയായി കുറെ മുസ്ലിം വിരുദ്ധമായ പരാമർശം നടത്തുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് പറയത്തില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. അത് കാരണം എന്താണെന്ന് അറിയാം. പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. അദ്ദേഹം പ്രായമാത സാഹചര്യത്തിൽ ഇതുപോലെ പറയും ആധികാരികതയോടെ. അത് നമ്മളത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യമല്ലേ ഇത്. അതിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെട്ടുണ്ട്. അവർ ചാനലിൽ കൂടെ പറഞ്ഞു അവർ 21-ാം തീയതി കൂടി ആലോചിക്കും പറഞ്ഞു. അതിനുശേഷം NSSുമായിട്ട് ഈ ആശയപരമായിട്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. NSSും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. SNDP NSS ആയിരിക്കാം. എന്തോ രാഷ്ട്രീയമോ? ഈ ആശയം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയവുമില്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരുമായിട്ടും അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നല്ലോ. പിന്നെ ഇതിനങ്ങനെ ആശയം വന്നത് ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു. SNDPയുമായിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു. സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ എതിർപ്പില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമുദായമാകെ അവഗണിക്കപ്പെടുന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ ഈ SNDPക്ക്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞങ്ങൾ പാർലമെന്ററി മോഹമൊന്നും ഇല്ലാത്ത ആളുകൾ. പാർലമെന്ററി അല്ല സാറേ, അംഗങ്ങൾക്ക് സമുദായ അംഗങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
ഒരുമിച്ച് നിന്നൊരു ശക്തിയായി മാറണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായി പറയുമ്പോൾ അത്തരമൊരു ഒന്നിച്ച് നിന്നാലേ അത് യുദ്ധം കൂടുതൽ ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഒരുമിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാണ് ചില കാര്യങ്ങളിൽ ഞങ്ങളുടേതായ മൂല്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അവരുമായി സഹോദര ബുദ്ധിയ നമ്മൾ സഹകരിക്കുക എന്നതാണ്. യോജിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഇടപെടുക ന്യായമായ എന്നാണെങ്കിൽ അതിന് ഈ വർഗീയതയോ മറ്റതുപോലെ രാഷ്ട്രീയമോ ഒന്നും ബാധകമാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ലക്ഷ്യം എന്തെങ്കിലും എന്താ ഈ ഐക്യത്തിന് പിന്തുണയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ പിന്തുണയോ ഈ ഐക്യത്തിന് വീട്ടിലുണ്ടോ? അതിലൊന്നും ഗതികേടൊന്നും ഞങ്ങൾക്ക് അറിവില്ലെന്നേ. ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നേതാക്കളെയും ആ തരത്തിൽ കാണുന്നുമില്ല. അത് ആണുങ്ങളുണ്ടായിരുന്നു പണ്ട് എല്ലാ പാർട്ടിയും. ഇത് പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഒരു മാധ്യമം പറഞ്ഞു രമേശ് ചെന്നിത്തല എൻ്റെ പിന്നിൽ. രമേശ് ചെന്നിത്തല ഇവിടെ കയറിയിട്ട് അത്ര നാളായി. രമേശ് ചെന്നിത്തലയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. അവരുടെ ഒന്നും ആവശ്യമില്ല. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും അതിന് കുറെ നാളുകളായി മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധവും നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗെന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? മുഴുവനാകുമോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എൻ്റെ അഭിപ്രായമാണ്.